എല്ലാവർക്കും നമസ്കാരം. വീട്ടുകാർ തീരുമാനിച്ച് ഉറപ്പിച്ച വിവാഹത്തിൽ സംഭവിച്ചു പോയ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. വിദേശത്ത് എഞ്ചിനീയറായ ഒരു പയ്യനാണ്. നല്ല നിലയിൽ ജീവിച്ചു പോരുന്ന ഒരു പയ്യനുമാണ്. പ്രത്യേകിച്ച് ദുശീലങ്ങളോ ദുസ്വഭാവങ്ങളോ ഒന്നും തന്നെ ഇല്ല. വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും ഒരു അനിയത്തിയും ഇവനും മാത്രമാണ് ഉണ്ടായിരുന്നത്. അനിയത്തിയുടെ മാരേജ് കഴിഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡും ആ മോളും ഗൾഫിൽ തന്നെയായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു വിവാഹം ആലോചിച്ചത്. അപ്പോൾ ആ കുട്ടിയുടെ പഠിത്തം കഴിയട്ടെ, ചെയ്യുന്ന കോഴ്സ് കംപ്ലീറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് 1 വർഷത്തോളം വിവാഹം നീട്ടിവെച്ചു. അതിനിടയ്ക്ക് പയ്യൻ വിദേശത്തേക്ക് തന്നെ തിരിച്ചു പോയി. വിവാഹം നിശ്ചയം കഴിഞ്ഞിട്ട് പയ്യൻ വിദേശത്തേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. പിന്നെ അവിടുന്ന് പയ്യൻ പെൺകുട്ടിയെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ വീട്ടുകാർ അച്ഛനും അമ്മയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മോളെ കാണുന്നുണ്ടായിരുന്നു. അവരുടെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഇവർ പങ്കെടുക്കാറുണ്ടായിരുന്നു. നിശ്ചയം കഴിഞ്ഞതല്ലേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാകുമ്പോഴൊക്കെ അവർ പോയി കണ്ടിരുന്നു. പിന്നെ സ്ഥിരമായിട്ട് മോളെ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഒരു പ്രശ്നങ്ങളും ഈ കുട്ടിയുടെ കാര്യങ്ങൾ ഇവർക്ക് തോന്നിയില്ല. കുട്ടി മാനസിക രോഗത്തിന് മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അത് ഇവർക്ക് തിരിച്ചറിയാനും കഴിഞ്ഞില്ല. ഈ 1 വർഷത്തോളം ഈ പയ്യനും കുട്ടിയും വിളിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിലൊന്നും അവൾക്ക് മനസ്സിലായില്ല. പയ്യനൊന്നും മനസ്സിലായില്ല. കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായതേ ഇല്ല. പക്ഷേ ഈ പെൺകുട്ടി സ്ഥിരമായിട്ട് അന്ന് മെഡിസിൻ ഉപയോഗിച്ചിരുന്നത് കൊണ്ട് പെൺകുട്ടിക്ക് പ്രത്യേകിച്ച് ഒന്നും കുഴപ്പമായിട്ട് ആർക്കും തോന്നിയില്ല. അച്ഛനും അമ്മയും പോകുമ്പോഴും അവർ സംസാരിക്കുമ്പോഴും ആ വീട്ടിൽ ഇടപഴകി 1-2 മണിക്കൂർ നിന്നതിന് ശേഷമാണ് അവർ ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർക്കും ഒന്നും തിരിച്ചറിയാൻ പറ്റിയില്ല. പിന്നെ അവരുടെ റിലേറ്റീവ്സോ അവരുടെ പരിചയമുള്ള ആൾക്കാരോ ഒന്നും ഇത് കണ്ട് സംസാരിക്കുമ്പോൾ ആരും അത്തരം കാര്യങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവരെ ചതിക്കുകയാണ് സത്യത്തിൽ അവർ ചെയ്തത്. ഈ പെൺകുട്ടി സ്ഥിരമായിട്ട് മാനസിക രോഗത്തിന് മരുന്ന് ഉപയോഗിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു. 1 വർഷത്തിന് ശേഷം ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷമാണ് വിവാഹം നടന്നത്. ഈ പെൺകുട്ടി ഫസ്റ്റ് നൈറ്റിൻ്റെ അപ്പം തന്നെ ഓരോരോ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിട്ട് പയ്യന് അന്ന് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പയ്യൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അച്ഛനും അമ്മയൊക്കെ അതുകൊണ്ട് വിഷമിക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ അനിയത്തി ഹസ്ബൻഡും ഈ മോളെ 1-2 പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. അവർ വിദേശത്തായിരുന്നല്ലോ. കല്യാണം അടുപ്പിച്ചാണ് അവരും വിദേശത്ത് നിന്ന് വന്നത്. പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴും പിന്നെ പയ്യൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് 1-2 പ്രാവശ്യമൊക്കെ ഈ കുട്ടിയെ കൊണ്ട് കറങ്ങാൻ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഈ പയ്യന് പെൺകുട്ടിയുടെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുണ്ടെന്നൊന്നും പയ്യന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷെ ആ കുട്ടി അന്നൊക്കെ സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ട് ഇരുന്നത് കൊണ്ടാണ് അത്തരം കാര്യമൊന്നും മനസ്സിലാവാതെ പോയത്. വിവാഹത്തിൻ്റെ അന്നുണ്ടായിട്ടുള്ള ടെൻഷനും പിന്നെ ക്ഷീണവും അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ഈ കുട്ടിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഇത്തരം രോഗമുള്ള ആൾക്കാർക്ക് ചെറിയ പ്രശ്നങ്ങൾ പോലും താങ്ങാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ കുട്ടി വിവാഹത്തിൻ്റെ അന്ന് തന്നെ ചില പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ട് കാണിച്ചത്. 4 മണി മുതൽ 9 മണി വരെയായിരുന്നു റിസപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ പിന്നെ മാരേജിൻ്റെ അമ്പലത്തിലായിരുന്നു മാരേജ്. അത് കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയത്തിൽ വിവാഹമൊക്കെ ആയിരുന്നു. അങ്ങനെ അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ ഒരു സ്ട്രെസ്സും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും. ചിലർക്ക് അതൊക്കെ ഒരു അസ്വസ്ഥതയായിട്ടൊക്കെ ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കൊക്കെ തുടങ്ങുമല്ലോ. അപ്പോൾ അതൊക്കെ ആയിരിക്കാമെന്ന് വിചാരിച്ചു. കുട്ടി തലവേദനിക്കുന്നുണ്ട്, എനിക്ക് വീട്ടിൽ പോകണം, കിടക്കണം എന്നൊക്കെ കുട്ടി പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പോൾ നമ്മൾ കേൾക്കുന്നവരെന്താണ് രാവിലെ തൊട്ടേയുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കും എന്നല്ലേ വിചാരിക്കുക. ഒരു റെസ്റ്റില്ലാതെ നിൽക്കും, അങ്ങനെയൊക്കെയല്ലേ ഒരു മാരേജിൻ്റെ സംഭവത്തിൽ വരിക. പിന്നെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്നാണ് വീട്ടുകാർ വിചാരിച്ചത്. പക്ഷേ ഈ പെൺകുട്ടി അവനായിട്ടൊരു ബന്ധത്തിന് താല്പര്യം ഇല്ല എന്നുള്ള കാര്യമൊന്നും പയ്യൻ കുറേ ദിവസത്തേക്കൊന്നും വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞില്ല. വീട്ടുകാരതത്ര കാര്യമായിട്ടൊന്നും ശ്രദ്ധിച്ചില്ല. ഫസ്റ്റിലെ ദിവസം അങ്ങനെയൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് അവരും അത് അത്ര മൈൻഡാക്കിയിട്ടില്ല. ദിവസങ്ങൾ കഴിയും തോറും ഇത് വിവാഹ ജീവിതം മുന്നോട്ട് പോകാൻ സാധ്യത ഇല്ല എന്നുള്ള ഈ പയ്യൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പയ്യൻ എങ്ങനെ വീട്ടുകാരോട് പറയും, അച്ഛൻ്റെ അടുത്ത് എങ്ങനെ പറയും, അമ്മയുടെ അടുത്ത് എങ്ങനെ പറയും എന്നുള്ള ഒരു വിഷമം കൊണ്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവന് ഏകദേശം പോവേണ്ട ദിവസമായി വന്നപ്പോൾ അവൻ അമ്മയുടെ അടുത്ത് പറയുകയാണ് ചെയ്തത്, അമ്മേ വിവാഹ ജീവിതം ഒന്നും ഒരു സക്സസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. അപ്പോഴാണ് അമ്മ എന്ത് പറ്റി എന്നുള്ള കാര്യം ചോദിക്കണത്. ഈ കുട്ടി അമ്മയെ അടുക്കളയിൽ കുറേശ്ശൊക്കെ സഹായിക്കാനും അങ്ങനെ അമ്മയ്ക്കും ഒരു ഇത് തോന്നിക്കുന്ന രൂപത്തിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടായിട്ടില്ല. അമ്മയുടെ അടുത്തത് പറഞ്ഞപ്പോൾ അമ്മയാണ് പെൺകുട്ടിയോട് ചോദിച്ചത്, എന്താ മോൾക്ക് ഇഷ്ടമല്ലേ, ഇങ്ങനെ എന്താണെന്നൊക്കെ അമ്മ മോളോട് ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുട്ടി അമ്മയോട് ഷൗട്ട് ചെയ്ത മാതിരി സംസാരിക്കും. അമ്മയോട് വല്ലാത്ത ഒരു നോട്ടവും അമ്മയെ അങ്ങനെ ഉള്ള ഒരു രീതിക്കൊക്കെ അമ്മയോട് ഒരുപാട് കാര്യങ്ങൾ ഒരു അമ്മയാണെങ്കിലും പറയാൻ പാടില്ലാത്ത രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ കുട്ടി അവരോട് സംസാരിക്കുകയുണ്ടായി. അപ്പോഴാണ് അവർക്ക്
ഈ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായത്. കുട്ടി വിവാഹത്തിൻ്റെ അന്ന് മുതൽ മരുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ആ കുട്ടി മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ മെഡിസിൻ്റെ ഉപയോഗം നിർത്തിയപ്പോൾ കുട്ടിക്ക് ആകെ പ്രശ്നമാവുകയാണ് ചെയ്തത്. കുട്ടി വീട്ടിലായിരുന്നപ്പോഴും മരുന്ന് കഴിക്കാൻ മടി കാണിച്ചാലും അമ്മ നിർബന്ധിച്ചിട്ടൊക്കെ കുട്ടിയെ മരുന്ന് കഴിപ്പിച്ചുകൊണ്ടിരുന്നായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഇവിടേക്ക് വന്നപ്പോൾ കുട്ടി അല്ലേ മരുന്നെടുത്ത് കഴിക്കേണ്ടത്, പക്ഷെ കുട്ടി മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നില്ല. കുട്ടിക്ക് അപ്പോൾ അതോട് കൂടിയിട്ട് കുട്ടിയുടെ മാനസിക നില ആകെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആകെ അത് പ്രശ്നമായി. പെൺകുട്ടി താലിമാല വരെ പൊട്ടിച്ച് വലിച്ചെറിയും, ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി ആ വീട്ടിൽ നിന്നിട്ട് ചെയ്തു. വിവാഹം നീട്ടി വച്ചാലും എത്ര കാലം നമ്മൾ അവരെ അറിയാൻ ശ്രമിച്ചാലും ചില കാര്യങ്ങളൊന്നും നമ്മൾ അറിയില്ല എന്നുള്ളതാണ് സത്യം. എത്ര പ്രാവശ്യം ഈ വീട്ടുകാർ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി വല്ലതും അവർക്ക് അറിയാൻ സാധിച്ചോ? അവരുടെ ബന്ധുക്കളോ നാട്ടുകാരോ ആരെങ്കിലും വഴി ഈ വിവരം അറിയാൻ സാധിച്ചോ? പക്ഷെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഈ കുട്ടിക്ക് പ്രശ്നമുള്ള കാര്യം ഈ അമ്മ ആരടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഈ വീട്ടുകാർ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് മനസ്സിലാണ്. അത് രഹസ്യമായിട്ടായിരുന്നു അവർ ഈ ചികിത്സയും രോഗം മറച്ചു വെച്ചിട്ടായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അയൽവാസികൾക്കോ മറ്റ് ആർക്കും തന്നെ ഈ കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉള്ള കാര്യം അറിയില്ലായിരുന്നു. കാരണം കുട്ടി കോളേജിൽ പോണത് കാണാം, വരുന്നത് കാണാം, ആൾക്കാരോടൊക്കെ ചോദിച്ചതിന് മറുപടി പറയുന്ന ഒരു സ്വഭാവം മാത്രമേ ഉള്ളൂ. ഓവറായിട്ട് സംസാരിക്കുന്ന ഒരു പ്രകൃതോ അങ്ങനെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നാട്ടുകാരുടെ ഇടയിൽ നല്ലൊരു പെൺകുട്ടിയായിരുന്നു. പക്ഷേ ഈ ഉള്ളിൽ നിൽക്കുന്ന ഈ കാര്യം ഒരാൾക്കും അറിയില്ലായിരുന്നു. ഈ പയ്യനെ അവർ മനഃപൂർവ്വം ചതിക്കുകയാണ് ചെയ്തത്. അവർക്ക് ഇത്തരം നല്ലൊരു ബന്ധം കിട്ടണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം അവർ മറച്ചു വെക്കുകയും ചെയ്തു. മറ്റുള്ളവരെ ഇങ്ങനെയൊക്കെ ചതിക്കാൻ കഴിയും എന്നുള്ളത് അനുഭവത്തിലൂടെ മാത്രമാണ് മനസ്സിലാവുക. അമ്മ ചോദിച്ചതാണല്ലോ എന്താ മോളെ പ്രശ്നം എന്നുള്ളത്, ചോദിച്ചതാണല്ലോ പ്രശ്നമായത്. അവിടെ നിന്ന് അങ്ങോട്ടല്ലേ കുട്ടി ഷൗട്ട് ചെയ്യാനും അനാവശ്യമായ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും അമ്മയെ പിടിച്ച് തള്ളലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി ചെയ്തു കേട്ടോ. അതിന് മുന്നേ കണ്ട ഒരു ഭാവമോ പെരുമാറ്റമോ രീതി ഒന്നും ആയിരുന്നില്ല കുട്ടിയോട് ഇത് ചോദിച്ചതിന് ശേഷം കുട്ടി കാണിച്ചു കൂട്ടിയത്. കുട്ടി വീട്ടിൽ പോകണമെന്ന് വാശി പിടിച്ചു, കുട്ടി അമ്മയെ വിളിച്ചു വരുത്തി, കുട്ടി വീട്ടിലേക്ക് പോകും, അങ്ങനെയൊക്കെ ഉണ്ടായി. പിന്നെ ഇതിനെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണമല്ലോ, പയ്യന് ഗൾഫിക്ക് പോകണം, ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഈ കാര്യം അമ്മ ഇവരോട് പറഞ്ഞത്. നമ്മൾക്ക് ഇങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ പോകുമായിരുന്നു എന്നൊക്കെ അപ്പോഴാണ് അമ്മ പറയണത്. മറ്റുള്ളവരെ നൈസായിട്ട് പറ്റിക്കുക എന്ന ചില ആൾക്കാരെ കുറിച്ചാണ്. നമ്മൾ ഒരു കുട്ടിയെ വിവാഹം കഴിച്ച് കൊടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളോട് താല്പര്യമുള്ള ആൾക്കാരെ ചൂസ് ചെയ്യുക, അല്ലാതെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ബന്ധം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന അവരുടെ സ്വാർത്ഥതയല്ലേ അത്. ഈ പയ്യന് എത്ര നല്ലൊരു വിവാഹ ജീവിതം കിട്ടിയിരുന്നു, എല്ലാം കൊണ്ടും സൂപ്പറായിട്ടുള്ള ഒരു പയ്യനായിരുന്നു. സ്വഭാവമാണെങ്കിലും കാണാനാണെങ്കിലും ജോലിയാണെങ്കിലും എല്ലാം കൊണ്ടും നല്ല ഒരു നിലയ്ക്കുള്ള ഒരു പയ്യനായിരുന്നു. ഇവ ഒരു ദിവസം പോലും ആ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാതെ തന്നെ രണ്ടാം വിവാഹക്കാരനായി മാറിയില്ലേ. ഇനി അവന് മറ്റൊരു വിവാഹം ആലോചിക്കുമ്പോൾ എന്താണ്, രണ്ടാം കെട്ട് എന്നുള്ള ഒരു പേരല്ലേ അവന് കിട്ടുന്നത്. ആ വിവാഹ ജീവിതം കൊണ്ട് അവന് മാനസികമായിട്ട് തകരാനും സാമ്പത്തികമായിട്ട് തകരാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടാവുകയും ചെയ്തു. നല്ല ആർഭാടായിട്ട് തന്നെ നടത്തിയൊരു വിവാഹമായിരുന്നു. ഇതൊക്കെയാണ് നമ്മളൊരു ചതി പറ്റുമ്പോൾ നമുക്ക് സംഭവിച്ചു പോണ കാര്യങ്ങൾ. എത്ര നമുക്ക് ആരെ പരിചയമുണ്ടെന്ന് പറഞ്ഞാലും എങ്ങനെ ആരോട് അടുപ്പുണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. നമ്മളെ അറിഞ്ഞുകൊണ്ട് പറ്റിക്കുന്ന പലരും ഈ സമൂഹത്തിലുണ്ട്. ഒരു വിവാഹ ജീവിതമൊക്കെ ആകുമ്പോൾ നമ്മൾ എത്ര കണ്ട് അന്വേഷിച്ചാലും അല്ലെങ്കിൽ എത്ര കണ്ട് അവരോട് അടുത്ത് പെരുമാറിയാലും നമ്മൾ അറിയാതെ പോകുന്ന പല കാര്യങ്ങളുമുണ്ട്. ആ പയ്യൻ പിന്നീട് വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം വീട്ടുകാർ ഇനി നോക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അവൻ്റെ മനസ്സും എല്ലാം ഒന്ന് റെഡിയായി വരട്ടെ. ഒരു ചതി പറ്റിയ ഒരാൾക്ക് പിന്നീടും അതുപോലുള്ള ഒരു കാര്യം വരുമ്പോൾ പേടി തന്നെ ആയിരിക്കും. അപ്പോൾ അവനൊന്ന് റെഡി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ കുറച്ച് സമയം കഴിഞ്ഞിട്ടും അത് വിവാഹം അവൻ്റെ മനസ്സ് മാറി എല്ലാം ഓക്കെ ആകുമ്പോൾ ഇനി വീണ്ടും ഒരു വിവാഹം ആലോചിക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഒരു താലി ചാർത്തി എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം രണ്ടാം വിവാഹക്കാരനായി മാറിയ അനുഭവമാണ് ആ പയ്യനുള്ളത്. പക്ഷെ അവനതിൽ വളരെയധികം മാനസികമായിട്ട് വേദനിക്കുന്ന ഒരു ആളാണ്. ഈ കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും, ഒരു കുടുംബജീവിതം സാധ്യമാകുമെന്നൊക്കെ അവൻ ഒരുപാട് ദിവസം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടോ. പിന്നെ പോകാനായപ്പോൾ പിന്നെ പറയാതെ നിവൃത്തിയില്ല. ഈ കുട്ടിയെ ഇവിടെ ആക്കി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളാകുമെന്ന്. ഈ പയ്യൻ്റെ അച്ഛനും അമ്മയൊക്കെ ജോലിയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ നിർത്തിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ പയ്യൻ അമ്മയുടെ അടുത്ത് പറഞ്ഞത്. വിവാഹം ഒരു പരാജയമാണോ എന്ന് തോന്നുന്നു എന്നൊക്കെ അമ്മയുടെ അടുത്ത് പറയുമ്പോൾ എത്രമാത്രം വേദന ആ പയ്യൻ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും, എത്ര വിഷമത്തോടു കൂടിയായിരിക്കും അമ്മയുടെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ടാവുക. കൂടെ നടന്നാൽ പോലും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ എത്ര ശ്രമിക്കും, വിവരം ഇല്ലാത്തൊരു പയ്യനല്ല, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളല്ല.
കഴിവില്ലാത്ത ഒരാളല്ല, എല്ലാം കൊണ്ടും മെച്ചോർഡായിട്ടുള്ള ഒരു പയ്യനാണ്. പക്ഷെ അവന് പോലും ഇത് കണ്ടെത്താനോ തിരിച്ചറിയാനോ സാധിച്ചില്ല എന്ന് മാത്രം. വിവാഹം കഴിയണത് വരെ അതിന് സാധിച്ചില്ല. വിവാഹം കഴിഞ്ഞിട്ടല്ലേ അവന് മനസ്സിലാക്കാൻ പറ്റിയത് ഈ പെൺകുട്ടിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട് എന്നുള്ള കാര്യം. വിവാഹ ജീവിതത്തിലെ ഒരു കാര്യത്തിനോടും ഈ കുട്ടിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് തോന്നിക്കില്ല. കാരണം അവനോട് സംസാരിക്കും, അവനിരിക്കുന്നിടത്തിരിക്കും, അവൻ്റെ കൂടെ തന്നെ ബെഡ്റൂമിൽ തന്നെയാണ് കിടക്കുന്നത്, എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അവർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ കുട്ടിക്ക് അത്തരം കാര്യങ്ങളോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. വിവാഹ ജീവിതത്തിലുണ്ടാകുന്ന കാര്യങ്ങളോടൊന്നും താല്പര്യമില്ലാത്ത ഒരാളെ കൂടെ നിർത്തി എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? കുടുംബം, ജീവിതം എന്നൊക്കെ ആവുമ്പോൾ നമ്മൾ പലതും മോഹിക്കും, പലതും ആഗ്രഹിക്കും. അതുപോലെയൊക്കെയുള്ള ഒരു ലൈഫല്ലേ വേണ്ടത്. ഒരു കാര്യമില്ലാതെ ഈ കുട്ടിയെ സംരക്ഷിച്ച് കൊണ്ട് നടക്കുക എന്നുള്ളത് മാത്രമൊന്നല്ലല്ലോ ഒരു വിവാഹ ജീവിതത്തിൻ്റെ അർത്ഥം. ഈ വിവാഹ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ആർക്കും ഒരു കാര്യം. കുറേ മാസങ്ങൾക്ക് ശേഷമാണ് അവരോട് സംസാരിച്ച് അവർക്ക് ഡൈവോഴ്സിന് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇവർക്ക് ഈ പയ്യനെ വീണ്ടും വിവാഹം കഴിപ്പിക്കണമെങ്കിൽ ഇതൊരു ഡൈവോഴ്സ് നടന്നു കിട്ടാൻ വേണ്ടേ. ഇനി ഈ പയ്യൻ്റെ ഭാവി വെറുതെ ഇല്ലാതെയായി പോവുകയല്ലേ. ഈ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്നുള്ളൊരു കാര്യം കൊണ്ട് ഈ പയ്യൻ്റെ ഭാവി വെറുതെ ഇല്ലാതെയായി പോവുകയല്ലേ. ഒരു താലി കെട്ടി എന്നുള്ളൊരു ബന്ധമല്ലാതെ ആ ഒരു തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടായിട്ടുമില്ല. അപ്പോൾ നമ്മളൊരു വിവാഹം ആലോചിക്കുമ്പോൾ പരമാവധി ശ്രദ്ധിക്കുക. പറ്റിപ്പോകുന്നത് പിന്നീട് ദൈവവിധി എന്നൊക്കെ നമുക്ക് വിചാരിക്കാം, അത്രേ പറ്റുള്ളൂ. ഇത്രയും അടുത്തറിഞ്ഞിട്ടും ഒന്നും അറിയാൻ കഴിയാതെ പോയതും അവരുടെ ദുർവിധി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത്തരം കാര്യങ്ങളൊക്കെ ഒരു രണ്ടാം വിവാഹത്തിനുള്ള യോഗം ആ പയ്യനുണ്ടായിരിക്കാം എന്നൊക്കെ നമുക്ക് സമാധാനിക്കാം. അങ്ങനെ ആ വിവാഹം ഡൈവേഴ്സായി. കുറച്ച് ക്യാഷൊക്കെ അവന് കൊടുക്കേണ്ടി വന്നു, എന്നാലും അത് തീർന്നു കിട്ടി. ഇപ്പോൾ പുതിയൊരു വിവാഹ ജീവിതത്തെക്കുറിച്ച് അവൻ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. വിവാഹത്തിന് വേണ്ടിയിട്ട് എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വിവാഹം നടക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.